അപൂർവമായിട്ടൊരു ദിവസം പുഡിംഗ് റെഡിയാക്കാൻ പോകുന്നത്. എന്റെ മിൽക്ക് മെയ്ഡ് കിടക്കുന്ന കിടപ്പ് കണ്ടു. സൂപ്പർ സൂപ്പർ എന്ന് മാത്രം പുള്ളിക്കാരി പറയുന്നു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഈ വ്ളോഗ് പിടിക്കുന്നത് ഏകദേശം സമയം 1 മണിയായിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിരിക്കുന്ന സാധനങ്ങൾ ഇത് വെച്ച് നമ്മളൊരു പുഡിംഗ് റെഡിയാക്കാൻ പോവാണ്. ആൻഡ് അത് മാത്രമല്ല, ഇന്ന് രാവിലെ, അതായത് ഇപ്പോൾ ഓൾറെഡി നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. സോ ഇന്ന് രാവിലെ പൊതുവെ എൻ്റെ ലൈഫിൽ അങ്ങനെ നടക്കാത്ത അപൂർവമായിട്ടൊരു ദിവസമാണ്. അതായത് ഇക്കൊക്കെ നാളെ ഓഫീസിൽ പോകണം. സോ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനാണ് വിചാരിച്ചിരുന്നത് നാളെ, എൻ്റെ റുട്ടീനും കാര്യങ്ങൾ കാണിച്ചിട്ട്. അപ്പോഴാണ് പെട്ടെന്ന് രാത്രി ഒരു പുഡിംഗ് കഴിക്കാനൊരു ആഗ്രഹം. സോ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സെറ്റ് ചെയ്ത് കളയാം, ഇതിൽ കൂടെ ഉറങ്ങിയിട്ടുണ്ട്, എളുപ്പമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ നമ്മുടെ വ്ളോഗ് ഇപ്പം തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. പുഡിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് നാളെ അത് കഴിക്കുന്ന എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഈ വ്ളോഗ് അങ്ങ് റെഡിയാക്കുന്നത്. സോ വെൽക്കം ബാക്ക് ഗൈസ്. ഈ ഇരിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പുഡിംഗ് റെഡിയാക്കാൻ പോകുന്നത്. ബേസിക്കലി ഇത് നമ്മൾ ഇടയ്ക്ക് മറ്റേ അറബിക് ബ്രെഡ് പുഡിംഗ് ഒക്കെ ചെയ്തില്ലേ. സോ ഞാൻ വിചാരിച്ചു ബ്രെഡിന് പകരം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബിസ്ക്കറ്റ്സ് വെച്ച് ഒരു ലെയർ കൊടുത്ത് അതിൻ്റെ പുറത്ത് പുഡിംഗ് ഇട്ട് പിന്നെ കുറച്ച് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയറൊക്കെ കൊടുത്ത് ഒരു തട്ടിക്കൂട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ കാണുന്ന ബിസ്ക്കറ്റില്ലേ, ഇത് എതിർക്കൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ ഫില്ലിംഗ് ഉണ്ട്. സോ അവൻ എന്തോ ചെയ്യും, ഈ ബിസ്ക്കറ്റിൻ്റെ ഈ ഒരു ചെറിയ ഫില്ലിംഗ് മാത്രം കഴിക്കും. ആൻഡ് ഇതിൻ്റെ ഔട്ടർ ലെയർ അവൻ കഴിക്കില്ല. ഒന്നേ അവൻ കഴിക്കില്ല, അല്ലെങ്കിൽ അവൻ അത് പൊടിച്ച് കളയും. അപ്പോൾ ഞാൻ എന്തോ ചെയ്തു, അവന് ആ ബിസ്ക്കറ്റിൻ്റെ ചെറിയുടെ ഫില്ലിംഗ് മാത്രം കൊടുത്തിട്ട് ഞാൻ ആ ബിസ്ക്കറ്റിന് ബാക്കി പോയിട്ട് കളക്ട് ചെയ്യും. അങ്ങനെ കളക്ട് ചെയ്ത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 2 പാട്ട നിറയെ അതിൻ്റെ ഒരു ബിസ്ക്കറ്റിൻ്റെ എഡ്ജസ് ഉണ്ട്. അപ്പോൾ ഇത് കളയാൻ എനിക്ക് തോന്നിയില്ല ആൻഡ് കഴിക്കാനും തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇങ്ങനൊരു പുഡിംഗ് സെറ്റ് ചെയ്ത് നോക്കാം, ചിലപ്പോൾ സംഭവം നന്നായാലോ. ആൻഡ് ഇതാണ് അതിൻ്റെതാ, ഇത്രയുണ്ട്, നിറയുണ്ട് എൻ്റെ കയ്യിൽ. സോ അത്യാവശ്യം നമുക്കൊരു പുഡിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെയറൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇതാണ് ബാക്കി സാധനങ്ങൾ. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലോട്ട് നടക്കാം, നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം പെട്ടെന്ന്. എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ നമുക്ക് രാവിലെ ഇക്കൊക്കെ ഓഫീസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്കൊക്കെ ഓഫീസിൽ പോകണം. സോ രാവിലെ എണീച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും പ്രിപ്പയർ ചെയ്യണം. ബിക്കോസ് നമ്മുടെ സാധാരണ ഈ ചായയും മുട്ടയും കഴിച്ചിട്ട് മാത്രം പോയാൽ ഓഫീസിൽ പോയല്ലേ ചിലപ്പോൾ ആൾ ടയർഡായി പോകും. ആൻഡ് പുള്ളി ഡിസൈഡ് ചെയ്തിട്ടില്ല ഫുൾ ഡേ ഇരിക്കുന്നോ അതോ ഹാഫ് ഡേക്ക് ശേഷം തിരിച്ചു വരുന്നു. അങ്ങനെയാണെങ്കിൽ ഫുൾ ഡേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ലഞ്ചും കുറച്ച് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ലഞ്ച് ടൈമിൽ ഫ്രൈഡ് റൈസാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പോകുന്നുണ്ടെങ്കിൽ ഞാൻ അത് പ്രിപ്പയർ ചെയ്യും. പിന്നെ ലാസ്റ്റ് വീക്കെൻഡ് നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു സ്വെറ്റർ മേടിച്ചിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് നോക്കിയപ്പോൾ ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല. സോ എനിക്ക് നാളെ അത് റിട്ടേൺ ചെയ്യാൻ പോകണം. മേ ബി എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരിയും കാണും. അങ്ങനെയാണെങ്കിൽ കുറച്ച് എപ്പോഴും പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ പുറത്ത് സ്നോ ഒക്കെ തീർന്നുണ്ട്. നിങ്ങൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ കണ്ട് സ്നോ പോലും ഇല്ല. ഇന്ന് കംപ്ലീറ്റ്ലി ഒരു മൂടികെട്ടിയ കാലാവസ്ഥയായിരുന്നു. ഇന്നലെ കംപ്ലീറ്റ്ലി ഒരു മൂടികെട്ടിയ കാലാവസ്ഥയായിരുന്നു. ടെമ്പറേച്ചർ ഭയങ്കര കുറവായിരുന്നെങ്കിലും സ്നോ അങ്ങനെ ഒന്നും വീണിട്ടില്ല. ഉണ്ടായിരുന്ന സ്നോ ഒക്കെ അലിഞ്ഞു പോയി. ആൻഡ് ഇന്ന് കമ്പാരിറ്റീവ്ലി നല്ല വെതർ എന്നാണ് വെതർ ഫോർകാസ്റ്റിൽ കണ്ടത്. അതായത് എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസങ്ങളിൽ ഇന്നാണ് ഒരു 13 ഡിഗ്രി ഒക്കെ പറയുന്നത്. നാളെ രാവിലെ എണീക്കുമ്പോൾ എത്ര കാണുമെന്ന് എനിക്കറിയില്ല. സോ നല്ലൊരു വെതർ കണ്ടിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത്. കൂട്ടുകാരിയായിട്ടുള്ള ഔട്ടിങ്ങും പിന്നെ ഒക്കെ ഈ ഓഫീസിൽ പോകുന്നതും അങ്ങനെയൊക്കെ എല്ലാം കൂടെ നടക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വിചാരിച്ച പോലെ. സോ നമുക്ക് പെട്ടെന്ന് ഈ പുഡിംഗ് അങ്ങ് സെറ്റ് ചെയ്യാം. നട്ടപ്പാതിരത്രേ നമ്മളിനി വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുമ്പോൾ ശബ്ദം കേട്ടിട്ട് അയൽക്കാർ നമ്മുടെ നെയ്ബേഴ്സ് ആരെങ്കിലും കൊട്ടുന്നു അല്ലെങ്കിൽ ഇതിർകൊട്ട് നിൽക്കാൻ കൂടെ ഇടിക്കുന്നത് എനിക്കറിയില്ല. സോ നമുക്ക് ടൈം കളയാതെ പുഡിംഗ് പ്രിപ്പയർ ചെയ്യാം. സോ ആദ്യം നമുക്ക് ഈ പുഡിംഗ് മിക്സ് വെച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് സൈഡിലോട്ട് വെച്ചിട്ട് ദെൻ നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. ആൻഡ് പിന്നെ പരിപാടി വളരെ സിമ്പിളാണ്. ഞാൻ ജസ്റ്റ് ആ ബിസ്ക്കറ്റ് ക്രംബിൾ ചെയ്തിട്ട് മേ ബി ചിലപ്പോൾ അതിൽ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യും. അത് ആഡ് ചെയ്ത് ക്രംബിൾ ചെയ്ത് ഒരു ലെയർ കൊടുത്ത് ഈ പുഡിംഗ് ലെയർ കൊടുത്ത് ദെൻ വീണ്ടും വേണമെങ്കിൽ ക്രംബിൾസ് ഒരുപാടുണ്ടെങ്കിൽ അങ്ങനെ ഒരു 2 ലെയറൊക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ലെയർ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം കൂടെ ചെയ്തു വരുമ്പോൾ ടേസ്റ്റ് കാണുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി കാണുമായിരിക്കും. കാരണം മിൽക്ക് മെയ്ഡാണ്, പിന്നെ നമ്മുടെ ഈ പുഡിംഗ് മിക്സ് ആണ്, വിപ്പിംഗ് ക്രീമാണ്, ഒരു ക്രഞ്ചി എഫക്റ്റ് മേ ബി ബിസ്ക്കറ്റ് കൊടുക്കുമായിരിക്കും. അത് നമുക്ക് പാല് കുഴച്ച് സെറ്റ് ചെയ്തെടുക്കാം. സോ നമുക്ക് ഇതിപ്പോൾ ഏകദേശം ഇതിനകത്തൊരു 1/2 ലിറ്റർ പാലുണ്ട്. ഇതാണ് ഇവിടെ കിട്ടുന്ന നമ്മുടെ പാലിൽ നമുക്ക് കണ്ടൻസ് മിൽക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണിത്. ഇതിൻ്റെ പല ടൈപ്പുണ്ട്, മധുരം കുറഞ്ഞതുണ്ട്. ഇതാണ് ഏകദേശം നമ്മുടെ ഇന്ത്യൻ ഒരു മിൽക്ക് മെയ്ഡ് ആ ഒരു ടെക്സ്ചർ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആണൊന്നും വേണ്ട, ആ ഒരു ലംസ് ഒക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാൻ തീ ഇതുവരെ കത്തിച്ചില്ലായിരുന്നു. എൻ്റെ മിൽക്ക് മെയ്ഡ് കിടക്കുന്ന കിടപ്പ് കണ്ടു. പഠിച്ചോനെ ഇതിനെ ഇനി ക്ലീൻ ചെയ്തെടുക്കണോ.
എനിക്കങ്ങനെ ഉപ്പും മുളകും കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ ഇതിപ്പോൾ ഷെൽഫിൻ്റെ ഇവിടെ വെച്ചിരിക്കുന്നത്, അതാകുമ്പോൾ എനിക്ക് കാണാൻ എളുപ്പമായിരിക്കും. ആൻഡ് നമ്മുടെ പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടി ഫോളിൽ വരുന്നവർക്ക് വേണ്ടിയാണ് ഞാനിത് ഓരോ പ്രൊഡക്റ്റ് എടുത്ത് കാണിച്ചു തരുന്നത്. ഈ ഒരു പാക്കറ്റ് ഈ 30% ആയിരിക്കും നല്ലത്, ബട്ട് ഇത് അൺസ്വീറ്റൻഡ് ആണ്, സ്വീറ്റൻഡ് അല്ല. സോ നമ്മളിതിൽ മധുരത്തിനായി നമുക്ക് ഇത് ചേർക്കാം, കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഞാൻ ഒരുപാട് അങ്ങ് പീക്സ് വരുന്ന പോലെ എടുത്തില്ല, അത്യാവശ്യം ഈ ഒരു രീതിയിൽ പീക്സ് വരുന്ന പോലെ ഞാൻ ബീറ്റ് ചെയ്തെടുത്ത്. സോ അത് ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചു. ഇനി നമുക്ക് ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തിട്ട് അതിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഇട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ലെയർ ചെയ്യാം. നമുക്ക് ഈ ഒരു ട്രെയിൽ സെറ്റ് ചെയ്യാം. ഇങ്ങനെ പൊടിക്കുമ്പോൾ തന്നെ അതങ്ങ് പൊടിഞ്ഞു വരും. പൊടിച്ചെടുത്തിട്ട് നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. പൊടിച്ചൊന്നപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. സോ നമുക്കിതിൽ നിന്ന് കുറച്ച് മാറ്റി മുകളിൽ ഇങ്ങനെ ഒരു ചുമ്മാ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാറ്റാം. ആൻഡ് ഇനി ബാക്കി മെയ്ഡ് ഒഴിച്ച് നമുക്ക് ഈ ലെയർ അങ്ങ് സെറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് ഇടിച്ചമർത്താം. നമുക്കിതുപോലെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫ്രണ്ടുമായിട്ട് പുറത്ത് വരാം, അവൾക്ക് വേണ്ടിയും കൂടെ ഒരെണ്ണം കുട്ടി സെറ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോകുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകില്ല. പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങിട്ട് രാവിലെ എണീക്കണം എനിക്ക്. നൈറ്റ് ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ നമുക്കൊരു പണി കിട്ടി. എൻ്റെ കയ്യിൽ നിന്ന് ഉറക്കഭ്രാന്തി എണീച്ച് വന്നപ്പോഴത്തേക്ക് ഇതിൽക്കൂട്ടിൻ്റെ പാൽപ്പൊടി ഫുള്ള് വീണുപോയി. സോ നമുക്ക് ആദ്യം അത് പോയി പെട്ടെന്ന് മേടിച്ചിട്ട് തിരിച്ചു വരാം. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ പോലെ നമ്മളിവിടെ ഉണ്ടായിരുന്ന മഞ്ഞൊക്കെ ഉരുക്കിപ്പോയി. ഇനി അടുത്ത സെറ്റ് ഓഫ് മഞ്ഞ് വീഴണം. സോ ഇപ്പം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബെഡ്റൂമാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. നമുക്ക് പെട്ടെന്ന് അത് മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാം. ഈ ഒരു സമയമാണ് ഇവിടെ ഇത്രയും വണ്ടിയും തിരക്കും, പിള്ളേരൊക്കെ കൊണ്ട് പാരൻസ് സ്കൂളിൽ കൊണ്ടാക്കുന്ന ടൈമായത്. ഗുഡ് മോർണിംഗ് എതിരക്കെട്ടാ. എതിരക്കെട്ടെന്ന് ഉറക്കൊക്കെ എണീച്ച് വന്നല്ലേ എതിര്. ഹലോ. സോ നമ്മളങ്ങനെ വീടെത്തി നമുക്കിത് ചായയൊക്കെ പ്രിപ്പയർ ചെയ്ത് കുടിച്ച് ഇപ്പോൾ രാവിലെ കടയിൽ പോയതുകൊണ്ട് ഇതാണ് ഞാൻ പറയുന്നത് സ്പിരിച്ച് റോളും. പിന്നെ ഇത് ഞാൻ റീസെൻ്റ്ലി ട്രൈ ചെയ്തതാണ്, ലോട്ടസ് ബിസ്കോഫ് എൻ്റെ ക്രീം വരുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണ്. ഇത് ആക്ച്വലി സേവറി. സോ ഇതിനെക്കൊട്ടെ ഗുഡ് മോർണിംഗ് വേണം. ഇതിനെക്കൊട്ടിന് അപ്പോഴത്തേക്ക് ഇതിനെക്കൊട്ടിന് പാല് കുടിക്കുകയാണ് അല്ലേ ഇതിരു. പപ്സൊക്കെ കഴിക്കുന്ന പോലെ ഇത് ഇച്ചിരി മെസ്സി ആവുമല്ലേ കഴിക്കുമ്പോഴേക്കാം. ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് കാണിക്കോ. നമ്മുടെ ഈ ലോട്ടസ് ബിസ്കോഫ് ക്രീം ഇത് നല്ല ഫ്ലേക്കി ആയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഫില്ലിങ് വരും, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ റീസെൻ്റ്ലിയാണ് ഇത് ട്രൈ ചെയ്തത്. ഇക്ക ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട, ഹാഫ് ഡേക്ക് പോകുന്നുള്ളൂ, പോയിട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിതിപ്പോൾ ഇതിർക്കുട്ടിന് വേണ്ടി എടുത്ത ലഞ്ചാണ്. ലഞ്ചെന്ന് ഇതിർക്കുട്ടിന് വേണ്ടി എടുത്ത ബ്രേക്ക്ഫാസ്റ്റാണ്. അവനെ ഇത് കൊടുത്തിട്ടുണ്ട് റെഡി ആയിട്ട്. ഞാൻ ഒരു ഫ്രണ്ടും കൂടെ ബൊണാർക്ക സിറ്റി സെൻറ്ററിൽ പോകാൻ. ഞാൻ ഇതിർക്കുട്ടിനും ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന നേരം കൊണ്ട് ഇക്ക ഓഫീസിലോട്ട് പോകുന്നതിന് മുന്നേ ചെയ്യാനുള്ള കുറച്ച് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം ആളിന് നേരെ ഓഫീസിൽ പോകാൻ. ഇക്ക ഓഫീസിൽ പോകുമ്പോൾ ഒരാളതാ പാക്കുന്നതാണ്. ഇക്കൊക്കെ വാപ്പച്ചിക്ക് ടാറ്റ വരാ. വീഡിയോ സ്റ്റാർട്ടായപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ലൈഫിൽ അപൂർവമായിട്ട് നടക്കുന്ന ഒരു ദിവസമാണ്. അത് ശരിക്കും അങ്ങനെയാണ്. ബിക്കോസ് ഇക്കാടെ മിക്ക പ്രൊജക്ട്സും വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ പുള്ളി ഹാർഡ്ലി വർഷത്തിൽ 1-2 ദിവസം മാത്രമാണ് ഇങ്ങനെ ഓഫീസിൽ പോകുന്നത്. ഫോൺ എടുത്താ ഒന്ന് എത്തി നോക്കി ഭയപ്പറ ഒരാൾ നോക്കുന്നു. അയ്യോ എന്ത് പറ്റി. പാപ്പച്ചി ഓഫീസിൽ പോയി. ഇങ്ങി വാ നമുക്ക് പുറത്തു പോവാമേ. പോയിട്ട് ഞങ്ങളും കൂടെ പുറത്ത് പോകുന്നുണ്ട്. ആളെ കീ എടുക്കാൻ മറന്നുപോയി. തിരിച്ചു വരുന്ന തോന്നുന്നത്. നല്ല ആളാണ് കീ എടുക്കാതെ പോയത്. ബൈ ബൈ. അങ്ങനെ ഇക്ക ഓഫീസിലോട്ട് പോയി. ആക്ച്വലി ഇക്ക കുറച്ച് കഴിഞ്ഞതിനകത്ത് വരും. ആൾ ഹാഫ് ഡേ അടുപ്പിച്ചാണ് പോയിരിക്കുന്നത്. സോ നമുക്ക് പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും ആവശ്യം വന്നില്ല. രാവിലെ ഞാൻ കടയിൽ പോയിട്ട് മേടിച്ചിട്ട് വന്നിട്ടുള്ള സ്നാക്സ് കഴിച്ചിട്ട് ആൾ പോയത്, അത് മതിയെന്ന് പറഞ്ഞു. ആൻഡ് തിരിച്ച് വരുമ്പോൾ പുള്ളിക്ക് കഴിക്കാൻ വേണ്ടി ബിരിയാണി ഉണ്ട്. ആൻഡ് ഞാനതെടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇൻ കേസ് ഞാൻ എത്തുന്ന മുന്നേ ഇക്ക തിരിച്ച് വരികയാണെങ്കിൽ ഇക്കൊക്കെ കഴിക്കാൻ വേണ്ടി. ആൻഡ് ഞാനിപ്പോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞു, അവൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ നടന്ന് നല്ല വെതറാണ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പുറത്തുണ്ടോ സ്നോ ഒന്നുമില്ല. സോ പുള്ളിക്കാരി നടന്നു വരണം.
ആൻഡ് നടന്ന് വന്നിട്ട് ജോമോള് വരുന്നത് എനിക്ക് ഇവിടെ നിന്ന് കാണാം. അത് ഈ ഒരു സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ ജോമോൾ എത്തുമ്പോഴത്തേക്കും ഞാൻ താഴെ അങ്ങോട്ട് ഇറങ്ങി പോവും. ആൻഡ് ദെൻ ഞങ്ങൾ ഡിസൈഡ് ചെയ്യും. ഭയങ്കര തണുപ്പാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ട്രാമിൽ പോവും, അല്ലെങ്കിൽ നമ്മൾ നടന്ന് ബൊണാർക്ക് വരെ പോകുന്നതാണ് പ്ലാൻ. എന്നിട്ട് തിരിച്ച് ക്ലൈമറ്റ് അക്കോർഡിങ്, കാരണം ഇപ്പോൾ ഒരു ഹാർഡ്ലി ഒരു 10 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട്. ഇപ്പോൾ 5 മോൾ ആൻഡ് ഇപ്പോൾ വരും. അപ്പോൾ ഇത്ര വിശേഷമുള്ളൂ. ഞാൻ പെട്ടെന്ന് വന്ന് ഇതിൻ്റെ ബാഗ് കൂടെ സെറ്റ് ചെയ്യണേ. ആൻഡ് നമ്മൾ ഇന്നലെ രാത്രി സെറ്റ് ചെയ്തത് നമ്മുടെ പുഡിംഗ് ഇല്ലേ, അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. സോ ഇക്ക വന്നിട്ട് ഞാൻ നമ്മുടേത് എടുത്ത് ടേസ്റ്റ് ചെയ്യുന്നുള്ളൂ. ടേസ്റ്റ് നല്ലതായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇത് ഞാൻ ജോമോക്ക് വേണ്ടി എടുക്കുകയാണ്. എത്താറായെന്ന് എൻ്റെ അടുത്ത് മെസ്സേജ് പറഞ്ഞേ. സോ ഇത് നമുക്ക് എടുത്തിട്ട് പോകാം. ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സാധനം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന്. ആളെ കൂടെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചോ. നമ്മുടെ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ഡേ ഇൻ മൈ ലൈഫ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇക്ക ഓഫീസിൽ പോകുന്നത് വരെ ഹാഫ് ഡേ വരെ പോയ പുള്ളി ഇപ്പോൾ ഇതാ ഇപ്പോൾ ഇവിടെ ഏകദേശം 12 മണിയാവറായി. പുള്ളി ഇതാ തിരിച്ചു വരുന്നത് പറഞ്ഞു. ആൻഡ് എൻ്റെ ഫ്രണ്ട് നമ്മൾ നടന്നു വന്ന് പ്ലാൻ ചെയ്ത് നമ്മളിപ്പോൾ പ്ലാൻ മാറ്റി ഞങ്ങൾ ട്രാമിൽ പോവാണ്. സോ ഇക്ക വന്ന് കയറിയതിന് ശേഷം ഞാൻ ഇനി ഇറങ്ങും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് ഇൻ ദ പ്ലാൻ. നമ്മുടെ പ്ലാനൊക്കെ ഫുൾ നേരെ മാറിപ്പോയല്ലോ ഇതിരു. സോ യെസ്, ഇക്ക വന്ന് നമുക്ക് അപ്പോൾ ഇറങ്ങാം. ആളുടെ ഓൾറെഡി കീ ഉണ്ട്. ഏകദേശം പുള്ളിന് 2 സ്റ്റോപ്പും കൂടെ ഉള്ളൂ. സോ ഇക്ക വന്ന് കയറിയതിന് ശേഷം നമുക്ക് ഇറങ്ങാം. ഇത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് വരട്ടാ. ഇക്കൊക്കെ ടാറ്റ വരാം. ആ നോക്കുന്ന കേട്ടോ, ഇക്ക വരാത്തത് കൊണ്ട് റെഡിയായി നിൽക്കുന്നത് വരുന്നതും ഇല്ല. സോ ഞങ്ങൾ പോയിട്ട് വരാം. ബൈ ബൈ. ഇതൊരു ആക്ച്വലി നോക്കിയാണ് വാപ്പച്ചി എന്താണ് വരാത്തത്. സോ നമുക്ക് ട്രാം സ്റ്റോപ്പിലോട്ട് പോവാം. പെട്ടെന്ന് പോയി ഇരുട്ടുന്ന മുന്നേ നമുക്ക് പോയിട്ട് വരാം. സോ നമ്മൾ ട്രാം സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇന്ന് പ്ലാൻ മാറ്റി കളിച്ചോണ്ടിരിക്കുകയാണ്. ആൻഡ് ഞങ്ങളിപ്പോൾ വീണ്ടും ഡിസൈഡ് ചെയ്തു നമ്മൾ ട്രാമിൽ പോകുന്നില്ല, നമുക്ക് നടന്നു പോകാൻ. നല്ല വെയിലുണ്ടെങ്കിലും പെട്ടെന്നൊരു കാറ്റ്. സോ പ്രിക്കോഷനായിട്ട് ഞാൻ നേരത്തെ ഞാൻ തൊപ്പി വെച്ചിട്ടില്ലായിരുന്നു. ആൻഡ് ഞാൻ ജോമോള് വെയിറ്റ് ചെയ്ത് നമ്മളിവിടെ എൻ്റെ സ്റ്റോപ്പിൽ ഞാൻ നിൽക്കുകയാണ്. ഓൺ ദ വേ ആണ്. സോ നമുക്ക് നടന്നു പോകുമ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനെ കൂടെ ഉറക്കം. ആക്ച്വലി അവൻ ഉറങ്ങുന്നത് ശരിക്കും പലപ്പോഴും നല്ലതെന്ന് തോന്നിയിട്ടുള്ളൂ. കാരണം നമുക്ക് ഷോപ്പിംഗ് ഒക്കെ അവൻ ഉറങ്ങുമ്പോൾ നല്ല സുഖമായിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഇവിടെ ഈ ഒരു അവിടുത്തെ ഒരു പാർക്കിൽ മിക്കപ്പോഴും ഇതിനെ കൊണ്ട് വരുന്ന ഷോർട്സ് ഒക്കെ നിങ്ങൾ കണ്ടാണ്. ആൻഡ് ജോമോൾ അങ്ങൊരു സിഗ്നൽ ആൾ പെട്ടിരിക്കട്ടെ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ജോമോൾ വരട്ടെ. നമ്മൾ ആരെ വെയിറ്റ് ചെയ്താൽ ഇതിരെ ഇരിക്കുന്നേ? ജോമോൾ ആൻറ്റിനെയാണോ വെയിറ്റ് ചെയ്തിരിക്കുന്നേ? അവൻ നോക്കും, അവൻ കണ്ട് ജോമോൾ അങ്ങനെ വരുന്നത്. അവൻ അങ്ങോട്ട് നോക്കുക ആക്ച്വലി. ദോ വരുന്നു. ഇതാരാ എതിരോ? ഇതാരാ? ഇതാരാ എതിരോ? നമ്മൾ ആൻറ്റിക്ക് ഒരു സാധനം അവിടെ നടന്നെത്തുമ്പോഴേ ചീത്താവും. ആൻറ്റി ഇതൊന്നും ടേസ്റ്റ് ചെയ്തിട്ട് അറിയാം എങ്ങനെ ഉണ്ടെന്ന്. മധുര ഷുഗറെന്ന് പറഞ്ഞാൽ എന്നെ തല്ലിക്കൊള്ളരുത്. സ്പൂണുണ്ട് ഞാനിവിടെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പുഡിംഗ് പോലെ സെറ്റ് ചെയ്തടാ. മധുരം കാണും, നല്ല മധുരമായിരിക്കും. ചിലപ്പോൾ നിന്റെ ആൻറ്റിക്ക് എന്തെങ്കിലും ഷുഗർ വന്നാൽ നിന്റെ ആൻറ്റി എന്നെ തല്ലിക്കൊള്ളു. എങ്ങനെയുണ്ട്, കൊള്ളാവോ? പറയൂ. എന്താ കറക്റ്റ് അഭിപ്രായങ്ങൾ ഞാൻ സ്വീകരിക്കുന്നു. സൂപ്പർ സാധനം വെച്ചു കൊടുത്താൽ സൂപ്പർ എന്ന് മാത്രം പുള്ളിക്കാരി പറയും. താൻ കഴിച്ചപ്പോൾ അധികം കഴിച്ചിട്ട് നമുക്ക് പോവാം. അവിടെ ഇത് കഴിച്ചാലോ? തണുപ്പുണ്ടോ? ഷോ വയ്യാതെ ആവോ? പോവാം. എടാ വാടാ പോവാടാ, ആൻറ്റിക്ക് വീട്ടിൽ പോണോടാ. ഇതിന് പോവാം. താൻ പോകുന്നത് കണ്ടിട്ട് അവൻ ഓടുന്നേ. ഇതിരു നമ്മളൊരു സ്വീറ്റ് എനിക്ക് ഇവിടെ ബ്രേക്ക് എടുത്തിട്ടിരുന്നപ്പോൾ ഇതിരു ഈ പാർക്കിൽ കയറി കളിച്ചത്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വേറൊരു സൈഡിലുള്ളൊരു പാർക്കാണ്. സോ നമുക്ക് ഇനി വേണം ബൊണാർക്കയ്ക്ക് പോകാൻ. ഇതിരു പോവാം. എടാ വാടാ, വാടോ. ആൻറ്റി ഉമ്മച്ചി പോവേ. നമുക്ക് വീഡിയോ പിടിക്കാം. കമോൺ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ വീണ്ടും പ്ലാൻ മാറ്റി ഞങ്ങൾ വീണ്ടും ട്രാമിൽ പോകാൻ വേണ്ടി ട്രാം സ്റ്റേഷനിൽ വന്നേക്കാണ്. നമ്മുടെ ട്രാം വരുന്നുണ്ട്. ശരിക്കും ഞാനും ജോമോളും എപ്പോഴും കൂടുതൽ ഞാൻ വീഡിയോ പിടിക്കണമെന്ന് വന്നിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ ഞങ്ങൾ കഥ പറച്ചിലിടയിൽ നമ്മുടെ വീഡിയോ പിടിക്കുന്നത് നടക്കൂല.
നമ്മുടെ ട്രാം വരുന്നുണ്ട്. നമുക്ക് കയറി നേരെ ബൊണാർക്കിലോട്ട് പോകും. ബൊണാർക്ക് എത്തിയപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൽ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസ് അങ്ങ് ക്ലിക്ക് ചെയ്യാം. ബൈ ബൈ. ഇതിലിനി നമ്മളൊന്നും വേണ്ട, ഇനി ജോമുള്ള എൻ്റെ മതി. ഞാനൊക്കെ നടന്നു വരുമ്പോൾ ഞങ്ങൾ വേറെ എൻട്രൻസിൽ കൂടെയാണ് മോളിൻ്റെ അകത്ത് കയറുന്നത്. അതുകൊണ്ടാണ് ഫ്രണ്ട് സൈഡിൽ ഇവിടെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത കാര്യം ഞങ്ങൾ അറിയാതിരുന്നത്. ഇനി നമുക്ക് അകത്ത് കയറി നമ്മുടെ ഷോപ്പിംഗ് തുടങ്ങാം. അപ്പം നല്ല രീതിയിൽ ഓഫേഴ്സ് ഇവിടെ നടക്കുന്നുണ്ട്. കമോൺ, നമുക്ക് സിൻസിയലോട്ടോ. ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഒരു അത്ര ഓർത്തില്ല കേട്ടോ. ഇല്ലൊരു ഡയറില്ല, ഞാനേ പൊട്ട് നീയും കൂടെ നമ്മൾ എന്ത് ചെയ്യടാ. ഇവിടെ നല്ല രസമുണ്ട്. അതൊക്കെ സിൻസേടാത്ത് പോവാം. ആ ഡയലോഗ് പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചതിന് റീസൺ വേറെ ഒന്നുമില്ല. നേരത്തെ താഴേന്ന് കയറിയപ്പോൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഞങ്ങൾ കണ്ടതാണ്. ആൻഡ് ഞങ്ങൾ അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചിന്തിച്ചില്ല ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് കുറച്ചും കൂടി ബെറ്റർ വിഷ്വൽസ് നമുക്ക് കിട്ടുമെന്ന്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടിയത് കിട്ടി. ഇനി നമുക്ക് അകത്ത് കയറി നമ്മുടെ ഷോപ്പിംഗ് പരിപാടി തുടങ്ങാം. ബ്ലാക്ക് ഫ്രൈഡേയുടെ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സെയിൽസ് ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ്, ക്രിസ്മസ് റിലേറ്റഡ് ഡ്രസ്സസ് ഒക്കെയാണ് ഇവിടുത്തെ മിക്ക കടകളിലും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള 1-2 ബാഗ്സ് നോക്കാനാണ്. എന്നിട്ട് വേണം നമുക്ക് വേറെ കടകളിലൂടെ കയറി ഓഫേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ. 60 സ്ലോട്ടി. ആദ്യം ഇത് എനിക്ക് 99 സ്ലോട്ടി എത്ര ആയിരുന്നു. കുറച്ച് ബാഗ്സ് അപ്പുറത്തും കിടക്കുന്നു. നമ്മൾ സിൻസ് നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടില്ല. സോ നമ്മൾ ഇനി ഹാഫ് പ്രൈസിൻ്റെ അത് കയറി നമുക്കിവിടെ കുറച്ച് ഇനി ഓഫേഴ്സ് ചെക്കൗട്ട് ചെയ്യാം. ചിലത് ഭയങ്കര പൈസ ആയിരിക്കും, നമ്മളൊന്ന് തപ്പി എടുക്കണം. ഓൺലി 200 സ്ലോട്ടി. ഇത് 53. അത് US പോളോ ആയിരിക്കും മിക്കവാറും. ഇത് കണ്ടിട്ട് ഇവിടെ പലതും നല്ല ബ്രാൻഡഡാ. ഓ വാവ്, വെരി ചീപ്പ്. ഈ ബ്ലൂ ബാഗ് ആണ് നല്ല രസമല്ലേ. പക്ഷേ 200 സ്ലോട്ടിയാണ് എൻ്റെ. ഇവിടെ നിന്ന് ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം ഞങ്ങൾക്ക് കിട്ടില്ല. സോ ഞങ്ങൾ ഇനി നെക്സ്റ്റ് പോകുന്നത് നേരെ പ്രൈമാക്കിലോട്ടാണ്. എനിക്ക് ലാസ്റ്റ് വീക്കെൻഡ് മേടിച്ചാൽ സ്വെറ്റർ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സോ എന്തെങ്കിലും കിട്ടി ഞാൻ എക്സ്ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ നേരെ റിട്ടേൺ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും നോക്കും. ഔട്ടർ ലെയർ ആയിട്ട് അടിയിൽ ലെയർ ചെയ്താൽ മതിയേടാ നമ്മൾ. ഉണ്ടോ, ഇതൊക്കെ നല്ല ഹെവി ജാക്കറ്റാണ്. 175-നൊക്കെ. ഇതല്ലേ നമ്മൾ ടെക്കാത്ലോൺ ടെക്കാത്ലോൺ മേടിച്ച് ഇതൊക്കെ തന്നെ അല്ലേ. എക്സ്ട്രീം വിന്റർ സ്റ്റാർട്ട് ആവാൻ പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈമാർക്കിനകത്ത് കൂടുതലും ഹെവി ജാക്കറ്റ്സ് ആയിരുന്നു ഡിസ്പ്ലേ. പിന്നെ ഓഫ് കോഴ്സ് ക്രിസ്മസ് റിലേറ്റഡ് സാധനങ്ങളും ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ടൈമിൽ നമ്മുടെ സമ്മർ ഡ്രസ്സസ് അല്ലെങ്കിൽ ഓട്ടം ഡ്രസ്സ് അങ്ങനത്തെ ഡ്രസ്സസിനൊക്കെ നമുക്ക് നല്ല ഓഫേഴ്സ് കിട്ടും. അതായത് ഒരു 50 സ്ലോട്ടിക്കൊക്കെ കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് ചിലപ്പോൾ 13 സ്ലോട്ടിക്കൊക്കെ വാങ്ങാൻ പറ്റും. ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ മേടിച്ച സ്വെറ്റർ റിട്ടേൺ ചെയ്യാനാണ്. പക്ഷേ പിന്നെ എനിക്ക് വേറൊരു സാധനം കിട്ടിയതുകൊണ്ട് അപ്പം നമുക്കിത് എക്സ്ചേഞ്ച് ചെയ്ത് പഠിക്കാം. ഇവിടെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോളിസി ഉള്ളത് 31 days ആണ്, അതായത് ഏകദേശം 1 മാസം. ഇതാണ് ഞാൻ റിട്ടേൺ ചെയ്യാൻ കൊണ്ടുവന്നിട്ടുള്ള സ്വെറ്റർ. ഇതിന് പകരമായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളർ സ്വെറ്ററാണ്. സോ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട 1-2 സാധനങ്ങളും കൂടി എക്സ്ട്രാ എടുത്തിട്ട് ഇപ്പോൾ നേരെ ബില്ലിങ്ങിലോട്ടാണ്. അങ്ങനെ നീണ്ടൊരു ക്യൂവിൽ നിന്ന് നമ്മുടെ ബില്ലിംഗ് പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് അടിയാണ്. ബിക്കോസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഇനി ഒന്നും കഴിക്കാതെ ഞങ്ങൾക്ക് ഒരു അടി പോലും വെക്കാത്ത അവസ്ഥയാണ്. സോ അതിനായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ള KFCയിലാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് അവിടെ ഒരു ടേബിൾ മാത്രമാണ് വേക്കൻ്റ് ആയിട്ട് കിട്ടിയത്. ഇതിന് ഫ്രഞ്ച് ഫ്രൈസ് കിട്ടി. ഇതിന് പിന്നെ അത് എന്തെങ്കിലും വേറെ ഒന്നും വേണ്ടല്ലോ. അങ്ങനെ നമ്മുടെ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. സോ നമ്മൾ അവിടെ നിന്ന് പിന്നെ നേരെ പോയത് ഓഷ്യൻ്റെ അകത്തോട്ടാണ്. കാരണം നമുക്ക് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ബാക്കിയുണ്ട്. അതായത് കുറച്ച് മീറ്റും ഫിഷും ഒക്കെ ഇവിടെ നിന്ന് മേടിക്കാനുണ്ട്. ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ്, ഞാൻ അന്ന് കാരിഫോളിൽ പോയൊരു വീഡിയോ കാണിച്ചില്ല. അതുപോലെ ഇവിടെ ഓഷ്യൻ്റെ അകത്തും കംപ്ലീറ്റ് ക്രിസ്മസ് വൈബാണ്. ക്രിസ്മസ് ട്രീ, അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, അങ്ങനെ ഫുൾ ഓൺ വൈബാണ് ഇവിടെ. ഷോപ്പിംഗിന് വന്ന് ഞങ്ങൾ കുറച്ച് നേരം നമ്മുടെ മനസ്സൊന്ന് ചാഞ്ചാട്ടിയിട്ട് ഈ ക്രിസ്മസ് ഐറ്റംസിൻ്റെ അടുത്തൊക്കെ നിന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. മേടിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിൽ ഞങ്ങളുടെ ഹൗസ് ഓണേഴ്സ് ഒരു ട്രീ ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ വെറുതെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. എനിക്കിങ്ങനെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്ര കണ്ടാലും എനിക്ക് മടുക്കില്ല. എന്തായാലും നമുക്ക് ഇവിടെ വന്ന കാര്യങ്ങൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഇനി ഞങ്ങൾ അവിടെ നിന്ന് എക്സ്പ്ലോർ നടത്തിയാൽ ഞങ്ങൾ വീടെത്താൻ നല്ല രീതിയിൽ ലേറ്റ് ആവും. ഓൾറെഡി വിന്റർ ആണ്. ആ ഒരു 3:30-4 o'clock ആകുമ്പോൾ തന്നെ ഇരുട്ടി തുടങ്ങും. സോ ഞങ്ങൾ ആദ്യം വന്നത് മീൻ മേടിക്കാനായിരുന്നു. കുറേ നാളിന് ശേഷം അതാ ഇവിടെ നമ്മുടെ മത്തി ഉണ്ടത്. ആൻഡ് നമുക്ക് ക്രാബുണ്ട്, പ്രോൺസ് ഉണ്ട്, ആൻഡ് വേറെ ഏതൊക്കെയോ എനിക്ക് പേരറിയാത്ത കുറേ മീനുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന ഡൊറോയുടെ മീനില്ല.
ഇവിടെ പോളണ്ടിൽ വന്നതിന് ശേഷം ഫിഷ് ലവറായ എനിക്ക് ആകെ കൂടെ ഇഷ്ടപ്പെട്ട 2 മീനാണ്. ഒന്ന് ഡോറോഡ, അതിന് സീബ്രീമോ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ മത്തി. ആൻഡ് ഈ 2 സെയിം മീൻ കഴിച്ച് എനിക്ക് മടുത്തതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ മീൻ വേണ്ടെന്ന് വെച്ചു. ജോമോള് മീൻ മേടിച്ചിട്ടുണ്ട്, മത്തിയാണ് മേടിച്ചത്. ആൻഡ് മത്തിക്ക് ഇവിടെ 1 കിലോയുടെ വില വരുന്നത് 23 സ്ലോട്ടിയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് പരിപാടിയും കറക്കമൊക്കെ തീർന്നു. ഞങ്ങൾ അതായത് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ഇരുട്ട് വീണിട്ടുണ്ട്. 4 മണിയേ ശരിക്കും ഇപ്പോൾ ആയിട്ടുള്ളൂ. അതുകൂടാതെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്രിസ്മസ് ഡെക്കറേഷൻ ട്രീസിലൊക്കെ അവർ ലൈറ്റ്സ് ഓൺ ചെയ്തപ്പോൾ തന്നെ ഒരു കിഡ്ലൻ വ്യൂ ആയിരുന്നു. എന്നാൽ പിന്നെ അതിന്റെ ഫ്രണ്ടിലും കൂടെ നിന്നിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. നല്ലതായിരിക്കും ഇതിനും പ്രതി. നമുക്കിനി നേരെ ബസ് സ്റ്റോപ്പിൽ പോയി ബസ് പിടിക്കാം. ഒരു ബസ് ഓൾറെഡി പോയി, അടുത്ത ബസ് 3 മിനിറ്റിലുണ്ട്. നേരത്തെ ഒരു ബസ് കയറാത്തതിൻ്റെതാ. നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ ഇവിടെ ഫുള്ള് വന്നല്ലേ, പക്ഷേ ഇപ്പോൾ ലൈറ്റ്സ് ഒന്നും ഓൺ ആയിട്ടില്ല. ഇത് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീടെത്തി. ഞാനെത്തി, ജോമോൾ ഇവിടുന്ന് വേറെ സ്റ്റോപ്പിലോട്ട് പോയി. സോ നമുക്ക് നേരെ ഇനി വീട്ടിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ എന്ത് ദിവസം ഇവിടെ തീർന്നു. ഇനി നമുക്ക് വീട്ടിൽ പോയി ചായ ഒക്കെ കുടിക്കാം. എൻ്റെ ബാഗിൽ എന്തൊരു സാധനമാണ്, ലിഫ്റ്റിൽ സ്റ്റക്കായി നിൽക്കുക. ഇതിലൊക്കെ ഇട്ടുമ്പോഴത്തേക്ക് ഉറക്കം എണീച്ചല്ലോ. നമുക്ക് വീടെത്തിയിട്ട് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യണോ, അതോ ഇവിടെ നിന്ന് നമുക്ക് ടാറ്റാ ബൈ ബൈ സീ യു പറയണത് നമുക്ക് തീരുമാനം. തിരിച്ച് വീടെത്തി അകത്ത് കയറി ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യമായി മറന്നുപോയി. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. ആൻഡ് നമ്മുടെ ഇന്നലത്തെ പുഡിംഗ് ഇല്ലേ, അത് ഞാൻ പിറ്റേ ദിവസം എടുത്തിട്ടാണ് ടേസ്റ്റ് ചെയ്തത്. അല്ല കിടലൻ ടേസ്റ്റ് ആയിരുന്നു ജോമോള് പറഞ്ഞതുപോലെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നത്, ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബൈ.